Hi everyone. Calicut University M.Com 4th semester Financial Derivatives and Risk Management എന്നുള്ള സബ്ജക്റ്റിത്തെ നെക്സ്റ്റ് മൊഡ്യൂളാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് മൊഡ്യൂൾ ആയിട്ടുള്ള ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചേഴ്സ് എന്നുള്ളതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള ചാപ്റ്ററിത്തെ ഇതിന്റെ മുന്നിലുള്ള കൺസെപ്റ്റുകൾ നമ്മൾ ഓൾറെഡി ഡെറിവേറ്റീവ്സ്, അതായത് ബികോമിന്റെ 6th സെമിന്റെ ഡെറിവേറ്റീവ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ ഇൻക്ലൂഡ് ആവാതെ നിങ്ങൾക്ക് കുറെ കൺസെപ്റ്റുകൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇനി ഇതിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലം കൂടി ഇൻക്ലൂഡഡ് ആയിട്ടാണ് വരുന്നത്. പ്രോബ്ലം നിങ്ങൾക്ക് ഇതുവരെ ചോദിക്കാത്തത് കൊണ്ട് പ്രോബ്ലം ചെയ്യുന്നില്ല. അതേപോലെ തന്നെ നമുക്ക് എക്സാമിന് കണ്ടുവരുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. ഇതുവരെ നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. പക്ഷെ ഇത്രയും വലിയ വൈഡ് ആയിട്ടുള്ള ചാപ്റ്ററിൽ ഇതുവരെ ആ ഏരിയാസ്, പെർട്ടിക്കുലർ ഏരിയാസ് യൂണിവേഴ്സിറ്റി ഇതുവരെയും കവർ ചെയ്തിട്ടില്ല. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ വീഡിയോയിൽ കവർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചു കണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. 2019 to 2024 വരെ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഇതിൽ നിങ്ങൾക്ക് ഇതിന്റെ മുന്നിലുള്ള പോർഷൻസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തത് കൊണ്ട് തന്നെ ബാലൻസ് പോർഷൻസ്, നമ്മൾ കവർ ചെയ്യാത്ത പോർഷൻസ് നമ്മൾ ഇതിൽ നിങ്ങൾ മൊത്തം ഇതുവരെ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാത്ത കാര്യങ്ങൾ നിങ്ങൾ ഇരുന്ന് പഠിക്കുന്നതിനെക്കാട്ടിലും ബെറ്റർ നിങ്ങൾ യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് പഠിക്കുന്നതാണ്. ഓക്കെ, ബിക്കോസ് ഇതുവരെ ആ ഏരിയ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തത് മുതൽ തന്നെ ഇതിൽ ഇല്ല. അതുകൊണ്ടാണ് നമ്മളത് ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, സോ നിങ്ങൾക്കിത് ആദ്യം വരുന്ന കൺസെപ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫ്യൂച്ചർ പ്രൈസ് ആൻഡ് എക്സ്പെക്ടഡ് സ്പോട്ട് പ്രൈസ് എന്നുള്ളതാണ്. ഓക്കെ, കോണ്ടേഗോ എന്ന് പറയുകയാണെങ്കിൽ ഇത് നമ്മളുടെ ഈ ഹൈപ്പോത്തസിസ് എന്നുള്ളതിന്റെ ബേസിസിലാണ്. ഓക്കെ, ഹൈപ്പോത്തസിസിന്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂ ആയിട്ടാണ്. ഓക്കെ, ഹിനിക്സ് ഹൈപ്പോത്തസിസിന്റെ ഒരു ഓപ്പോസിറ്റ് വ്യൂലായിട്ടാണ് ഈ കൺസെപ്റ്റ് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അപ്രോച്ച് അസ്യൂം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഹെഡ്ജേഴ്സ് ബൈ ദ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്, ഹെഡ്ജേഴ്സ് ഫ്യൂച്ചർ കോൺട്രാക്ട് ബൈ ചെയ്യുന്ന സമയത്ത് അതേപോലെ തന്നെ ഈ കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ ദിസ് ഇസ് ദ അപ്രോച്ച് അസ്യൂംസ് ദാറ്റ് ദ ഹെഡ്ജേഴ്സ് ബൈ ദ ഫ്യൂച്ചർ കോൺട്രാക്ട് and the speculators sell the future contract because of their knowledge and expertise about the future market and in the inefficiency of the market. Speculators are largely willing to assume the price risk and then anticipated of the earning profit. അതേപോലെ തന്നെ in anticipation of the profit they pull up the prices of the future contract. Hence the future price is overestimate of expected spot price. This result in the positivity basis. The speculators can make profit only if they sell the contract and the future price decline. With the price of the future contract above the spot price initially and then decline over this time, this phenomenon is called Contago. അതായത് ഈ Contago എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഹെഡ്ജേഴ്സും സ്പെക്കുലേറ്റേഴ്സും തമ്മിൽ വരുന്ന ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾക്ക് ഇവിടെ പറയുന്നത്. ഈ ഹെഡ്ജേഴ്സ് നമ്മുടെ ഫ്യൂച്ചർ കോൺട്രാക്ടേഴ്സ് ബൈ ചെയ്യുകയും സ്പെക്കുലേറ്റേഴ്സ് ഫ്യൂച്ചർ കോൺട്രാക്ട് സെൽ ചെയ്യുകയും ചെയ്യും. ഇതിൽ വരുന്ന ഈ രണ്ട് റിലേഷൻഷിപ്പിലാണ് ഈ കൺസെപ്റ്റിന് നമ്മൾക്ക് പറയുന്നത്. ഈ സ്പെക്കുലേറ്റേഴ്സിന്റെ കേസസിൽ വരികയാണെങ്കിൽ അവർ ലാർജ്ലി റിസ്ക് എടുക്കാനായിട്ടുള്ള റെഡി ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അതേപോലെ തന്നെ ഹൈലി പ്രോഫിറ്റ് കിട്ടാനായിട്ടും നിൽക്കുന്ന ഒരു വ്യക്തികളാണ്. അതിന്റെ ബേസിസിലാണെങ്കിൽ ഇവർക്ക് ഒരു പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഒരു പുള്ളപ്പ് ബേസിസിലായിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ അവർ എത്ര പ്രൈസ് കൊടുക്കാനും റെഡിയാണ്. ഓക്കെ, കോൺട്രാക്റ്റിൽ എത്രത്തോളം റിസ്ക് എടുക്കാനുള്ള റെഡി ആയിട്ടുള്ള ആൾക്കാരാണല്ലോ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ അതേപോലെ തന്നെ ഇവർക്ക് ഈ ഫ്യൂച്ചർ പ്രൈസ് വരുന്ന സമയത്ത് ഒരു ഓവർ എസ്റ്റിമേറ്റഡ് എക്സ്പെക്ടഡ് സ്പോട്ട് പ്രൈസും ഇവരുടെ കയ്യിൽ ഉണ്ടാകും. ഇതിന്റെ ബേസിസിൽ ഇവർക്കൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള ഒരു റിസൾട്ടിന്റെ ബേസിസിലാകും കിട്ടുന്നത്. അതേപോലെ തന്നെ ഈ സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ പ്രോഫിറ്റിന് വേണ്ടി മാത്രമായിരിക്കും ഇവർ ഈ കോൺട്രാക്റ്റിലോട്ട് നിൽക്കുന്നത്. അപ്പൊ അത് എത്രത്തോളം കുറഞ്ഞു പോവുകയാണെങ്കിലും ഇനി നമുക്ക് പ്രോഫിറ്റ് എങ്ങനെയാണെങ്കിലും കിട്ടില്ല, എത്രത്തോളം റിസ്ക് എടുത്തിട്ട് വേണമെങ്കിലും നമുക്ക് പ്രോഫിറ്റ് വാങ്ങിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് ഈ സ്പെക്കുലേറ്റേഴ്സ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഈ ഫ്യൂച്ചർ പ്രൈസിൽ നമുക്ക് കോൺട്രാക്ടിന്റെ ബേസിസിൽ വരികയാണെങ്കിൽ ഈ സ്പോട്ട് പ്രൈസും അതേപോലെ തന്നെ ഈ ഇനീഷ്യൽ പ്രൈസ് ഇത് രണ്ടും തമ്മിലുള്ള ഡിക്ലൈൻ ഓവർ ടൈമിൽ നടന്നുകൊണ്ടേയിരിക്കും. അതിനെയാണ് നമ്മൾ ഈ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്പെക്കുലേറ്റേഴ്സ് സെല് ചെയ്യും, ഹെഡ്ജേഴ്സ് അത് ബൈ ചെയ്യും. ഇതിൽ ഈ സ്പെക്കുലേറ്റേഴ്സിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതാണ് ഈ കൺസെപ്റ്റ് എന്ന് നിങ്ങൾക്ക് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മൾക്ക് ഇതിൽ വരുന്നതാണ് ഹെഡ്ജിങ് സ്ട്രാറ്റജീസ് യൂസിങ് ഫ്യൂച്ചർ. ഓക്കെ, ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഹെഡ്ജിങ് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്.
സോ ഈ ഹെഡ്ജിങ് സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ റിസ്ക് എലിമിനേഷൻ ചെയ്യുന്നതിനെയാണ് പറയുന്നത്. അസറ്റ്സോ അല്ലെങ്കിൽ ലയബിലിറ്റീസോ അതിൽ നമ്മളുടെ ഈ റിസ്ക് എലിമിനേറ്റ് ചെയ്യുന്നതിനെയാണ് ഈ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ പ്രോസസ്സിൽ നമ്മൾ എത്രത്തോളം നമ്മൾക്ക് റിസ്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നമ്മൾക്ക് ആ റിസ്ക് റെഡ്യൂസ് ചെയ്തിട്ട് എക്സ്പോസ് ചെയ്യാനായിരിക്കും നോക്കുന്നത്. അതേപോലെ തന്നെ ഈ ഹെഡ്ജിങ്ങിൽ വന്നിട്ട് നമ്മൾക്ക് പ്രൈസ് റിസ്ക് വരുന്നുണ്ടാകും. അതേപോലെ തന്നെ അത് സെർട്ടൈൻ പൊസിഷനിലോട്ട് നമ്മുടെ ഈ ക്യാഷ് മാർക്കറ്റിലായിരിക്കും നമുക്ക് ഈ കൂടുതൽ റിസ്ക് കാര്യങ്ങളും വരുന്നത്. അതേപോലെ തന്നെ റിസ്ക് എന്ന് പറയുന്നത് ലോസ് അല്ല. ഓക്കെ, ഇതൊരു അൺസർട്ടനിറ്റി ആയിട്ടുള്ള ഒരു ഇവന്റ് ആയിട്ട് നമ്മുടെ ഫ്യൂച്ചറിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഈ അൺസർട്ടൻ എന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ഫേവറബിളും ആകാം അൺഫേവറബിളും ആകാം. ഓക്കെ, ഈ കൺസെപ്റ്റിനെയാണ് നമ്മളുടെ ഈ ഹെഡ്ജിങ് എന്നുള്ള ഒരു കൺസെപ്റ്റിന് നമ്മൾ പറയുന്നത്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും ഈ നമ്മളുടെ റിസ്ക് എന്ന് പറയുന്നത് രണ്ട് ബേസ് ആണല്ലോ. ഓക്കെ, പ്രോഫിറ്റും ലോസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹെഡ്ജിങ് എന്ന് പറയുന്ന ആൾക്ക് ഏകദേശം എത്രത്തോളം റിസ്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റും, എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് എയിം ചെയ്യാം എന്നുള്ളതിന്റെ ബേസിസിലൊക്കെയാണ് നോക്കുന്നത്. അതേപോലെ തന്നെ ലോസ് എത്രത്തോളം കുറയ്ക്കാം എന്നുള്ളതിന്റെ ബേസിസിലൊക്കെയാണ് നോക്കുന്നത്. ഇതെന്ന് പറയുന്നത് ഈ കറന്റ് വാല്യൂ പ്രൈസിന്റെ ബേസിസിലാകും. ഓക്കെ, ഹെഡ്ജേഴ്സ് ഫ്യൂച്ചറിലോട്ട് വരുന്ന റിസ്കിനെ കുറിച്ചോ ലോസിനെ കുറിച്ചോ ഒന്നും അവർ തയ്യാറൊന്നുമല്ല അത് എടുക്കാനൊന്നും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ നമ്മൾ പ്രൈമറിലി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഈ ഹെഡ്ജിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ നമ്മളുടെ ഈ റിസ്ക് എക്സ്പോസ് ചെയ്യുന്ന സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അൺഫേവറബിൾ പ്രൈസ് ഫ്ലക്ച്വേഷൻസ് നമ്മൾക്ക് ഹെഡ്ജിങ്ങിൽ വരാറുണ്ട്. ഓക്കെ, ദെൻ അതേപോലെ തന്നെ ഈ ഫ്യൂച്ചർ ട്രേഡിംഗിൽ നമുക്ക് ഹെഡ്ജിങ് റിഗാർഡഡ് ആയിട്ടുള്ള കുറെ യൂസേഴ്സും അതേപോലെ തന്നെ ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസും കാര്യങ്ങളും നമ്മൾ നടത്തുന്നുണ്ട്. എന്നാലും എത്രത്തോളം നമ്മൾ ഈ പ്രൈസിങ് അല്ലെങ്കിൽ നമ്മുടെ ഈ ലോസ് അല്ലെങ്കിൽ റിസ്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ സ്പോട്ട് മാർക്കറ്റിലോട്ട് തുടരാം എന്നുള്ളതായിരിക്കും നോക്കുന്നത്. ഓക്കെ, സോ ഹെഡ്ജിങ് ഇസ് ദ സ്ട്രാറ്റജി ടു റെഡ്യൂസ് ദ റിസ്ക് ബൈ ടേക്കിംഗ് ഓപ്പോസിറ്റ് ഓഫ് വാട്ട് വൺ ഓൾറെഡി ഹാസ്. അതായത് ഒരു വ്യക്തി ചെയ്തതിനെ വെച്ചിട്ട് നമ്മൾ ചെയ്യാതെ, അപ്പൊ ഒരു വ്യക്തി എ എന്നുള്ള പേഴ്സൺ ഒരു 5000 രൂപയ്ക്ക് ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തു. പക്ഷെ ആ വ്യക്തിക്ക് 5000 രൂപയ്ക്ക് സൈൻ ചെയ്തുകൊണ്ട് ആ പേഴ്സണിന് ലോസ് സംഭവിച്ചു എന്നാണെങ്കിൽ ആ പേഴ്സൺ ചെയ്തതിന്റെ ഓപ്പോസിറ്റ് വ്യൂയിലോട്ട് നമ്മൾ ചെയ്യുന്നതിനെയാണ് ഹെഡ്ജിങ് സ്ട്രാറ്റജി യൂസിങ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്ന കൺസെപ്റ്റ് ആണ് പ്രോസസ് ഓഫ് ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളുടെ ഹെഡ്ജിങ് ത്രൂ ഫ്യൂച്ചേഴ്സ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പ്രോസസ് എന്താണ്, എങ്ങനെയാണ് നമ്മൾ ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മളുടെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ആദ്യം പറയുന്നത് വൺ ഹൂ ഈസ് ലോങ് ഓൺ ദ അസെറ്റ്സ് ഗോസ് ഷോർട്ട് ഓൺ ദ ഫ്യൂച്ചർ മാർക്കറ്റ് ആൻഡ് ഹൂ ഈസ് ഷോർട്ട് ഓൺ ദ അണ്ടർലൈങ് അസെറ്റ്സ് ഗോസ് ലോങ് ഇൻ ദ ഫ്യൂച്ചർ മാർക്കറ്റ് ദസ് ഡിസൈഡ് വെദർ ടു ബി ലോങ് ഫ്യൂച്ചർ ഓർ ഷോർട്ട് ഫ്യൂച്ചർ എന്നാണ് പറയുന്നത്. അതായത് അസറ്റ് എന്ന് പറയുന്നത് ലോങ് ഫ്യൂച്ചർ ഉള്ള ഒരു കാര്യമാണ്. ഓക്കെ, അസറ്റ് എന്ന് പറയുന്നത് ലോങ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ഈ അണ്ടർലൈങ് അസറ്റ്സ് എന്ന് പറയുന്നത് ഷോർട്ട് ആയിട്ടുള്ള ഒരു ഷോർട്ട് ലൈഫ് ഉള്ളതാണ്. ഓക്കെ, ഈ ഷോർട്ട് ആയാലും ലോങ് ആയാലും നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യണേ എന്നുള്ളതിന്റെ ബേസിസിലാണ് ആര് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ ആര് പെട്ടെന്ന് പോകണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഓക്കെ, ഈ ഡിസിഷൻ ആണ് നമ്മൾ ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, അതായത് ലോങ് പീരീഡ് ആണോ ഷോർട്ട് പീരീഡ് ആണോ എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ അതിന് ശേഷം വരുന്നത് നമ്മുടെ ഈ കോൺട്രാക്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലൈക്ക് നമ്മൾ പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, ഫോർവേഡ് ഉണ്ട്, ഫ്യൂച്ചർ ഉണ്ട് എന്നുള്ളതിന്റെ ബേസിസിലൊക്കെ പറഞ്ഞു. ഇതിന്റെ ബേസിസിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അണ്ടർലൈങ് അസറ്റ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ് പറയേണ്ടത്. ഓക്കെ, ഏത് ടൈപ്പ് അല്ലെങ്കിൽ ഏത് നേച്ചർ ഓഫ് ടൈപ്പിൽ വേണം എന്നുള്ളത് നോക്കണം. ദെൻ അതിന് ശേഷം മന്ത്സ്, അതായത് എത്ര മന്ത്സ് വേണം അല്ലെങ്കിൽ പീരീഡ് ഓഫ് ടൈം സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ അതിന് ശേഷം ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു ടൈം കൺസ്യൂമിങ് നമ്മൾ കൊടുക്കുക. അതിന്റെ പൊസിഷൻസും കാര്യങ്ങളുടെ ബേസിസിൽ നമ്മുടെ ഈ ലോങ് ഫ്യൂച്ചർ ആണോ ഷോർട്ട് ഫ്യൂച്ചർ ആണോ നമ്മൾ സെലക്ട് ചെയ്തതിന്റെ ബേസിസിൽ ഉണ്ടാവുമല്ലോ, അതിന്റെ ബേസിസിൽ നമ്മളുടെ ഈ റിസീവ് ചെയ്യുന്നതിനും പേ ചെയ്യണം. ഈ രണ്ടും തമ്മിലുള്ള പ്രൈസിന്റെ ഡിഫറൻസിന്റെ ബേസിസിൽ ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള. ദെൻ ഇതിൽ വരുന്ന നെക്സ്റ്റ് കൺസെപ്റ്റ് ആണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ടോട്ടൽ നമ്പർ ഓഫ് ഫ്യൂച്ചർ ഓർ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ വരുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള ഓപ്ഷൻ കോൺട്രാക്ട്, അതേപോലെ തന്നെ പ്രീവിയസ് ഡേയ്സിന്റെ ട്രേഡിംഗ്, ഇതിന്റെ ബേസിസിലാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് നടക്കുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഫ്യൂച്ചർ എത്രയാണ്, പിന്നെ അതേപോലെ തന്നെ ഓപ്ഷൻ കോൺട്രാക്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ളത് എത്രയാണ്, അതേപോലെ തന്നെ ഇതിന്റെ പ്രീവിയസ് ഡേയ്സിൽ നടന്ന ട്രേഡിംഗ് എത്രയാണ് എന്നുള്ളതിന്റെ ബേസിസിലാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് വരുന്നത്. സോ ഇതിൽ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഫ്യൂച്ചർ ആൻഡ് or option contract that are not closed on the particular day. ഒരു പെർട്ടിക്കുലർ ഡേയിൽ, അതായത് ഒറ്റൊരു ദിവസം കൊണ്ട് ക്ലോസ് ആകാത്ത ഒരു സാധനത്തിനാണ് നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ദ സം ഓഫ് ഓൾ ലോങ് പൊസിഷൻ
or all short position. In short, open interest is the number of contracts that have been bought or sold but not yet settled. Okay, ഇതിനെയാണ് ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വാങ്ങിക്കോ വിൽക്കോ എന്തോ ചെയ്തു, പക്ഷെ നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു പൈസ നമ്മൾ കൊടുത്തിട്ടില്ല, സെറ്റിൽമെന്റ് നടന്നിട്ടില്ല. അതിനെയാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഈസ് ദ ഇമ്പോർട്ടന്റ് ഇൻ ദ ഫ്യൂച്ചർ ട്രേഡിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ദ ട്രേഡിംഗ് ഇൻ ദ കോൺട്രാക്ട് ആസ് വെൽ ആസ് ദ ലിക്വിഡിറ്റി ഓഫ് ദ കോൺട്രാക്ട് ആയിട്ടാണ് നമ്മളുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അതേപോലെ തന്നെ increase in the open interest indicates an increase in the number of contracts available for the delivery. Then a decrease in the open interest indicates the decrease in the number of the contract available for the delivery. This is indication of the liquidity of the contract എന്നാണ് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റിന്റെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഇൻക്രീസ് ആകുകയാണെങ്കിൽ അതെന്ന് പറയുന്നത് നമ്മുടെ നമ്പർ ഓഫ് കോൺട്രാക്റ്റിന്റെ അവൈലബിലിറ്റി ഇൻക്രീസ് ആയി എന്നാണ് പറയുന്നത്. അതേ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡിക്രീസ് ആണെങ്കിലോ നമ്മളുടെ നമ്പർ ഓഫ് കോൺട്രാക്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഡിക്രീസ് ആയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇതാണ് ഈ ഓപ്പൺ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾക്ക് 2 മാർക്സ് അല്ലെങ്കിൽ 2 വെയിറ്റേജിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് ഓൺ ഫ്യൂച്ചർ എക്സ്ചേഞ്ച് ഉള്ളത്. ടൈപ്സ് ഓഫ് മെമ്പേഴ്സ് പറയുമ്പോൾ ഇവിടെ നമുക്ക് ട്രേഡിംഗ് മെമ്പറും ക്ലിയറിംഗ് മെമ്പറും സെൽഫ് ക്ലിയറിംഗ് മെമ്പറും പ്രൊഫഷണൽ ക്ലിയറിംഗ് മെമ്പർ എന്നുള്ള 4 വ്യക്തികളാണ് നമ്മൾക്ക് വരുന്നത്. ഇതിൽ ഈ ട്രേഡിംഗ് മെമ്പർ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ തന്നെയാണ് ആ കോൺട്രാക്റ്റിൽ ഇൻവോൾവ് ആവുന്നത്, അവരിനെയാണ് നമ്മൾ ട്രേഡിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രേഡർ എന്നുള്ള ബേസിസിൽ നമ്മൾ പറയാം. ഓക്കെ, ദെൻ ക്ലിയറിംഗ് മെമ്പർ എന്നാണെങ്കിലോ ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുകയാണെങ്കിൽ ഈ മെമ്പർ എന്ന് പറയുന്നത് വാണ്ട് ടു ബൈ ഓർ സെൽ ഫ്യൂച്ചർ കോൺട്രാക്ട് ദ ഡീൽ വിൽ ഹാവ് ടു ബി ക്ലിയർ ത്രൂ ദ മെമ്പർ ഓഫ് ദ ക്ലിയറിംഗ് ഹൗസ്. ഓക്കെ, ലൈക്ക് നമ്മൾ ഈ ക്ലിയറിംഗ് ഹൗസിന്റെ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താ പറയാ, ഇപ്പൊ നമ്മളുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷനിൽ ഇത്ര ഷെയർസ് വെക്കും, ആ ഷെയർസ് ഇത്ര ദിവസത്തിനുള്ളിൽ വിറ്റുപോയില്ല എന്നാണെങ്കിൽ ആ ക്ലിയറിംഗ് ഹൗസ് ആ ഷെയർസ് മൊത്തം ഏറ്റെടുക്കും. അതേ കൺസെപ്റ്റ് തന്നെയാണ് നമ്മൾക്ക് ഇവിടെയും വരുന്നത്. ഇതാണ് ഈ ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ട്രേഡിംഗ് മെമ്പേഴ്സ് ഇത്ര ദിവസത്തിനുള്ളിൽ ആ എക്സ്ചേഞ്ചും കാര്യങ്ങളിലോട്ട് എല്ലാം ചെയ്തിട്ട് അവർക്കത് വിറ്റുപോയില്ല അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റില്ല എന്നുള്ളതിന്റെ ബേസിസിൽ വരികയാണെങ്കിൽ ദെൻ നെക്സ്റ്റ് അത് വാങ്ങിക്കലും വിൽക്കലും എല്ലാം ചെയ്യുന്നത് ക്ലിയറിംഗ് മെമ്പർ ആയിരിക്കും. പിന്നെ അതിനുശേഷം സെൽഫ് ക്ലിയറിംഗ് മെമ്പർ ആണ്. സെൽഫ് ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുന്നത് ക്ലിയർസ് ആൻഡ് സെറ്റിൽ ഹിസ് ഓൺ ട്രേഡ് ഓൺലി ഹി ഈസ് കോൾഡ് സെൽഫ് ക്ലിയറിംഗ് മെമ്പർ. അതായത് ഇപ്പോൾ കമ്പനി തന്നെയാണ് ആ ഷെയർസ് കൊടുക്കുന്നത്, കമ്പനി തന്നെയാണ് അതിന് വാങ്ങിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് സെൽഫ് ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ദെൻ പ്രൊഫഷണൽ ക്ലിയറിംഗ് മെമ്പേഴ്സ് എന്നാണെങ്കിൽ ഹി ഡസ് നോട്ട് ട്രേഡ് ഓൺ ഹിസ് ഓൺ അക്കൗണ്ട് ഓൺ ബിഹാഫ് ഓഫ് ഹിസ് ക്ലയന്റ്. അതായത് ഇതിലെന്ന് പറയുമ്പോൾ ഓപ്ഷൻ എ, അതായത് ഇപ്പൊ എ എന്നുള്ള ഒരു പേഴ്സൺ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിലോട്ട് വരുവാണെങ്കിൽ ആ പേഴ്സൺ ഒരു ബിഹാഫായിട്ട് നിന്നായിട്ടായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ആ പേഴ്സണോട് ഓൺ സെൽഫിൽ ആ കാര്യങ്ങളൊന്നും ചെയ്യില്ല, വാങ്ങിക്കലോ വിൽക്കലോ ഒരു കാര്യങ്ങൾ ചെയ്യില്ല. ബിഹാഫ് ലൈക്ക് ഏജന്റ് ആയിട്ട് നിന്നിട്ടാണ് ചെയ്യുന്നത്. അതാണ് ഈ പ്രൊഫഷണൽ ക്ലിയറിംഗ് മെമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് 4 ടൈപ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് എക്സാമിന് ഇതിന്റെ മുന്നിൽ വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇതൊന്നും പഠിക്കാതെ പോകരുത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് വാല്യൂ അറ്റ് റിസ്ക് എന്ന് പറയുന്നത്, അതായത് VAR എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഓരോ കൺസെപ്റ്റ് ആയിട്ടാണ് നിങ്ങൾക്ക് വരുന്നത്. VAR എന്ന് പറയുകയാണെങ്കിൽ ഇതിൽ നമ്മൾക്ക് പറയുന്നത് ഒരു റിസ്കിന്റെ വാല്യുവേഷൻ ആണ്. ഓക്കെ, വേരിയസ് റിസ്കിൽ വരുന്ന നമ്മളുടെ ഡെറിവേറ്റീവ്സിൽ നമുക്ക് വേരിയസ് റിസ്ക് ഉണ്ട്, മാർക്കറ്റ് റിസ്ക് ഉണ്ട്, ദെൻ അതേപോലെ നമുക്ക് സിസ്റ്റമാറ്റിക് റിസ്ക് അൺസിസ്റ്റമാറ്റിക് റിസ്ക് എന്നുള്ള ബേസിസിൽ 2 റിസ്ക് ആണെങ്കിൽ അതിൽ നമ്മൾക്ക് കുറെ റിസ്കുകൾ വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ വരുന്നത്. ആ റിസ്കിന്റെ വാല്യുവേഷൻ നമ്മൾ എങ്ങനെയാ ചെയ്യണമെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മൾക്ക് ഈ റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റ, അതേപോലെ തന്നെ ഗാമ, വേഗ ആൻഡ് തീറ്റ എന്നുള്ള 4 എണ്ണമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഈ മെഷേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളുടെ ഒരു ഡെറിവേറ്റീവ്സിന്റെ റിസ്ക് ഫാക്ടേഴ്സും അത് എത്രത്തോളം സെൻസിറ്റീവ് ആണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത് പറയുമ്പോൾ നമ്മളുടെ ഓരോ ഡേയിലും നമ്മളുടെ മാർക്കറ്റിൽ വരുന്ന റിസ്കിന്റെ വേരിയേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾക്ക് ഈ വാല്യൂ നമ്മൾ നടത്തുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മളുടെ ഈ മാർക്കറ്റ് വേരിയബിൾസ് എന്ന് പറയുമ്പോൾ വേരിയബിൾ ഡിഫറെന്റ് പീരിയഡ് ലൈൻ ഡിഫറെന്റ് ഡേയ്സിൽ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കുന്നതാണല്ലോ. ഓക്കെ, അതിന്റെ ബേസിസിൽ ആ ചേഞ്ചസിൽ വരുന്ന ബേസിസിലാണ് നമ്മൾ ഏത് അനാലിസിസ് യൂസ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്നത്. അതേപോലെ നമ്മൾ ഡെൽറ്റയാണോ യൂസ് ചെയ്യേണ്ടത്, ഗാമയാണ് യൂസ് ചെയ്യുന്നത്, വേഗയാണ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ തീറ്റയാണോ യൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കുന്നത് ഈ VARൽ വരുന്ന വേരിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ വേരിയബിൾസിന്റെ ബേസിസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതെന്ന് പറയുന്നത് നമ്മൾ ലാർജ് നമ്പർ ഓഫ് ഡിഫറെന്റ് റിസ്ക് വരുന്ന സമയത്താണ് നമ്മൾ ഇതൊക്കെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഈ റിസ്ക് നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് നമുക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഈ ട്രേഡിംഗ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നതാകും.
പക്ഷേ however this do not provide a way of measuring the total risk to which the financial institution is exposed. അതായത് നമ്മൾക്ക് ഒരു ഓർഗനൈസേഷനിൽ വരുന്ന മൊത്തവും വരുന്ന റിസ്ക് എത്രയാണ് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്നാലും നമുക്ക് ഏകദേശം വരുന്ന ഒരു റിസ്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് തന്നെ ടൂൾസും കാര്യങ്ങളും യൂസ് ചെയ്താലും അതിനകത്തായിട്ടുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാകും. ഒന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഫിനാൻസിങ് തിയറീസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിന് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ നമ്മൾക്ക് അറിയാൻ പറ്റുന്ന ഒരു രീതിയിലോട്ടില്ല. ഒരു തിയറിറ്റിക്കലിന്റെ ബേസിസിലാണ് കാര്യങ്ങളൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അതേപോലെ തന്നെ ലാർജ് നമ്പർ ഓഫ് ടൂൾസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് റിസ്ക്കും കാര്യങ്ങളൊക്കെ ഇൻവോൾവ് ആകുകയാണെങ്കിൽ ഇത് റിസ്ക് ആണ്. നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഇതിനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ നമ്മുടെ സീനിയർ മാനേജ്മെന്റ്സിലുള്ള പേഴ്സൺസ് കൂടുതൽ മോണിറ്ററിംഗ് നമുക്ക് കൊടുത്തിട്ട് ഇതൊക്കെ ചെയ്യൂ എന്ന് പറഞ്ഞ് നമ്മൾ കൂടുതൽ പ്രഷർ ചെയ്യുകയാണെങ്കിൽ അതും കുറച്ച് റിസ്കി ആയിട്ടുള്ള പ്രോസസ്സാണ്. ഓക്കെ, VAR is the potential loss of the assets over the specified time horizon. VAR may be computed annually or daily. An annual VAR number is based on the possible losses over a 1-year time horizon. A daily VAR number is based on the possible losses over the 1-day time horizon. Thus, every VAR number is based on the VAR level. അതായത് 95 to 99% ബേസിസിലാകും. ആൻഡ് എ ടൈം ഹൊറിസോൺ അതിൽ ഇയർ ആണോ ഡേ ആണോ എന്നുള്ളതിന്റെ ബേസിസിൽ നമ്മൾ തീരുമാനിക്കുന്നതാണ്. ഓക്കെ, VAR എന്ന് പറയുന്നത് മോസ്റ്റ് യൂഷ്വലി കമ്പ്യൂട്ട് ചെയ്യുന്നത് 1-day ഹൊറിസോൺസിലായിരിക്കും നമ്മൾ കൂടുതലും നോക്കുന്നത്. ഓക്കെ, ഇതാണ് VAR. സോ ഇത്രയാണ് നിങ്ങൾക്ക് ഫോർവേഡ് ആൻഡ് ഫ്യൂച്ചർ എന്നുള്ള ചാപ്റ്ററിൽ വരുന്ന മേജർ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മേജർ ആയിട്ടുള്ള കൺസെപ്റ്റ് ഇത്രയാണ് നിങ്ങൾക്ക് ഇതിൽ വരുന്നത്. ഓക്കെ, സോ ഈ കൺസെപ്റ്റുകളെല്ലാം നിങ്ങൾ നോക്കിയിട്ട് പോകും. ഓക്കെ, മറ്റുള്ള കൺസെപ്റ്റുകളൊന്നും ഇതുവരെ റിപ്പീറ്റഡ് ആയിട്ട് അതായത് ഇതുവരെ ചോദിക്കാത്തത് കൊണ്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. ഓക്കെ, ചോദിച്ച കൺസെപ്റ്റുകളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ.